ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. അതായത് ഈ തിരഞ്ഞെടുപ്പ്, ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ബംഗ്ലാദേശിൽ ദേശീയ പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 12 നടക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിന്റെ ദാരുണമായ അന്ത്യത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണിത്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ കീഴിൽ ഒരു സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. വിവിധ പാർട്ടികളുടെ നിലപാട് ഇതിൽ കാണാം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ BNP ആണ് പ്രധാനപ്പെട്ട എതിരാളി. പാർട്ടി ചെയർപേഴ്സണും മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഖാലിദ് സിയയുടെ മരണശേഷം അവരുടെ മകൻ താരിഖ് റഹ്മാൻ പാർട്ടി പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. നിലവിൽ BNP മുന്നിലാണ്. താരിഖ് റഹ്മാനാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 11 പാർട്ടികളുടെ സഖ്യമാണ് മറ്റൊന്ന്. അതായത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, ബംഗ്ലാദേശ് കേഫർ മജ്ലിസ്, അമർ ബംഗ്ലാദേശ് പാർട്ടി, ഖിലാഫത്ത് മജ്ലിസ്, ബംഗ്ലാദേശ് ലേബർ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ജാസിർ ജൻതന്ത്ര പാർട്ടി തുടങ്ങിയവയുമായി ചേർന്ന് ഈ തിരഞ്ഞെടുപ്പിൽ 11 പാർട്ടികളുടെ സഖ്യം രൂപീകരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവർ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യമാകും. ശരിയ നിയമം പാലിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. വംശീയ പാർട്ടിയായിട്ടുള്ള സ്റ്റിപ്പർ ഗ്രൂപ്പ്, മുൻ സൈനിക ഭരണാധികാരി ഹുസൈൻ മുഹമ്മദ് ഹർഷാദ് വംശീയ പാർട്ടിയും മറ്റ് ചെറിയ പാർട്ടികളുടെ ഒരു സംഘവും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഗ്രൂപ്പിന് എത്ര കാലം ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പ്ലിറ്റർ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് ഈ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുണ്ട്. ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കണമെന്ന് അവാമി ലീഗിന് അഭിപ്രായമുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ BNP വിജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. BNP വിജയിച്ചു കഴിഞ്ഞാൽ BNP പൊതുവെ ചൈനയെ അനുകൂലിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ അതിന്റെ നേതാവ് താരിഖ് റഹ്മാൻ പ്രായോഗിക ബുദ്ധിയുള്ള ആളാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഉടൻ അടുക്കും എന്ന് കരുതാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ BNP ജമാഅത്തെ ഇസ്ലാമി അലയൻസ്, BNPക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുന്നില്ലെങ്കിൽ 2001 ജമാഅത്തെ ഇസ്ലാമിയുമായി രൂപീകരിച്ചതുപോലെ ഒരു സഖ്യം അവർ രൂപീകരിക്കും. ഒരു വശത്ത് ഇന്ത്യയുമായുള്ള സഹകരണത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ മറുവശത്ത് 71 അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് സൃഷ്ടിക്കുന്നതിനെ അവർ എതിർക്കുന്നു. അതിനാൽ സ്ഥിതി വളരെ സങ്കീർണമാണ്. മൂന്നാമത് ഇസ്ലാമിക തീവ്രവാദ സംഘം. ഈ സംഘം ബംഗ്ലാദേശ് പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയാൽ ഇന്ത്യയുമായി അനാവശ്യ അതിർത്തി തർക്കം സൃഷ്ടിക്കാനും രാജ്യത്ത് ഇന്ത്യ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കാനും വലിയ സാധ്യതയാണുള്ളത്. എന്തായാലും നദീജലം പങ്കിടുന്നതിനെ ചൊല്ലി തർക്കം സൃഷ്ടിക്കാനും വലിയ രീതിയിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശിന്റെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവിടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.